പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 10 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നല്ലോ, അതിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നു, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ കിടന്നുറങ്ങി, കർത്താവ് ഞങ്ങളെ ഉണർത്തി, അതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പാ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നത് ഓർത്ത് സ്തോത്രം. രോഗദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നത് ഓർത്ത് സ്തോത്രം. അങ്ങയുടെ ചിറകിന്റെ മറവിൽ അങ്ങ് ഞങ്ങളെ ഈ പകൽക്കാലം ആമേൻ മറയ്ക്കുകയും അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും കാവലായി നിൽക്കുകയും ചെയ്യുന്നത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൽ ഞങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഉയരത്തിലെ ജ്ഞാനത്തിനായിട്ട്, പരിജ്ഞാനത്തിനായിട്ടൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ മറയ്ക്കുന്നതിന് സങ്കീർത്തനക്കാരൻ 100-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വരുവീൻ. ഈ പ്രഭാതത്തിൽ നമുക്കും കർത്താവിനെ സ്തുതിക്കാം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം മധുരിമ നാമം, ആമേൻ, ഇണയില്ല നാമം, ഇമ്പമുള്ള നാമം. ഹല്ലേലൂയ. പാട്ടുകളൊക്കെ പാടി അല്പസമയം നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം. ആമേൻ ആമേൻ ആമേൻ. ഈ പ്രഭാതത്തിൽ പാട്ടുകൾ പാടി കർത്താവിനെ നിങ്ങൾ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു, ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾ മഴ പോലെ പെയ്തിറങ്ങട്ടെ, മഞ്ഞുപോലെ പെയ്തിറങ്ങട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ ആമേൻ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ആമേൻ ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ആയിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവർ ആമേൻ ഇന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തി നടക്കണമേ. കർത്താവേ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തി നടക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി നടക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രവൃത്തി തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ആമേൻ ബുദ്ധി ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നിന്റെ കരങ്ങളിൽ തരുന്നു. എല്ലായിടത്തും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണം. പ്രത്യേകിച്ച് കർത്താവേ, സമാധാനമില്ലാതെ ആമേൻ സ്വസ്ഥതയില്ലാതിരിക്കുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവിക സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവരെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ജീവിതത്തിന്റെ മുമ്പിൽ പല പ്രശ്നങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ മേലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴികാട്ടിയായി ഇറങ്ങി വരുന്നതിന് സ്തോത്രം. അതുപോലെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല, എങ്ങനെ എന്തായിത്തീരും എന്ന് ഭാരപ്പെട്ടിരിക്കുക. കർത്താവ് ഇന്ന് പകൽക്കാലം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബിസിനസ്സിൽ ആമേൻ ഉള്ള ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നിരിക്കുന്നതിന് സ്തോത്രം. ജോലിയിലുള്ള ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ പ്രവൃത്തി നടന്നിരിക്കുന്നതിന് സ്തോത്രം. കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവെ, അങ്ങ് മതിയായവൻ, അങ്ങ് മാറാത്തവൻ, അങ്ങ് വിശ്വസ്തനായവൻ. അങ്ങേക്ക് ഒന്നും തന്നെ അസാധ്യമല്ല. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവിക കൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 7-ാം വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, യാചിപ്പീൻ അല്ലെങ്കിൽ
ആസ്ക്, ചോദിക്കുക, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആമേൻ. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറന്നു തരും. പ്രാർത്ഥനയുടെ ഒരു 3 ഘട്ടങ്ങളാണിത്. ഇത് പ്രാർത്ഥനയുടെ മാസമാണല്ലോ. അതിനകത്ത് ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആമേൻ, ആമേൻ. നിങ്ങൾ ചോദിച്ചാൽ സ്വർഗം പ്രതികരിക്കും, റെസ്പോണ്ട് ചെയ്യും. ഇന്നലത്തെ സഭായോഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കർത്താവിന് പെർമിഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിന് അവസരം കൊടുക്കുകയാണ്. നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ കർത്താവിന് അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കാനാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലിരിക്കുമ്പോൾ, എവിടെയെങ്കിലും കുറവുകൾ അനുഭവിക്കുമ്പോൾ, എവിടെയെങ്കിലും ഇല്ലായ്മകൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ പിണങ്ങിയിരിക്കുവാനല്ല പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, മിണ്ടാതിരിക്കുവാനല്ല കർത്താവ് ഓർപ്പിക്കുന്നത്, തുറന്നു ചോദിക്കുവാനാണ് പറയുന്നത്. നമ്മൾ ഹൃദയം തുറന്ന് കർത്താവിനോട് സംസാരിക്കണം. കർത്താവെ, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്. ചോദിപ്പീൻ, ചോദിക്കുന്നതിന് മടിക്കരുത്, ധൈര്യമായിട്ട് ചോദിക്കണം. ആമേൻ. വലിയ കാര്യങ്ങൾ ചോദിക്കണം, ചെറിയ കാര്യങ്ങൾ ചോദിക്കണമെന്നില്ല. വലിയ കാര്യങ്ങൾ നമ്മുടെ വിശുദ്ധ, ഞാൻ കർത്താവിന് ബുദ്ധിമുട്ടാവുമോ ഞാൻ വലുത് ചോദിച്ചാൽ, ഇല്ല, വലിയ കാര്യങ്ങൾ ചോദിക്കണം. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു ദൈവദാസൻ ചോദിച്ചതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുക. അദ്ദേഹത്തിന്റെ പേര് യബ്ബേസ് എന്നാണ്. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. അപ്പൊ യബ്ബേസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വ്യസനപുത്രൻ. ആ ഒരു പേര് അത്ര നല്ലതല്ല. ആര് ചോദിച്ചാലും എന്താ വ്യസനപുത്രൻ, വ്യസനപുത്രൻ, വ്യസനപുത്രൻ എന്നാണ് അമ്മ പറയുന്നത്. എന്നാൽ യബ്ബേസ് എന്ത് ചെയ്തു? യബ്ബേസ് ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ആമേൻ. യബ്ബേസ് പറഞ്ഞു, കർത്താവെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമെന്നല്ലേ പറഞ്ഞു. ഞാൻ അങ്ങനെ അനുഗ്രഹിക്കണം. എന്റെ അതിരുകളെ നീ വിസ്താരമാക്കണം. അങ്ങയുടെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതെ വണ്ണം, തിരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. അപ്പോൾ യബ്ബേസ് 3 കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന് ചോദിച്ചു, എന്നെ അനുഗ്രഹിക്കണം. രണ്ടാമത് പറഞ്ഞു, എന്റെ അതിരുകളെ വിസ്താരമാക്കണം. മൂന്നാമത് പറഞ്ഞു, അനർത്ഥം ഒന്നും ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഇതൊന്നും വ്യസനത്തിന് കാരണമാകാതെ എന്നെ കാത്തുകൊള്ളണമെന്ന് അപേക്ഷിച്ചു. ആമേൻ. യബ്ബേസിന്റെ 1ാമത്തെ അപേക്ഷ എന്താണ്? അപേക്ഷ പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കണം. എന്റെ അമ്മ പറയുന്നത് ഞാൻ വ്യസനപുത്രനാണ്, പക്ഷെ അങ്ങനെ അനുഗ്രഹിക്കണം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും. വ്യസനപുത്രൻ എന്നുള്ളതൊക്കെ അങ്ങ് മാറും. അങ്ങനെ അനുഗ്രഹിക്കണം. 2 പറഞ്ഞു, അങ്ങ് എന്റെ അതിരുകൾ, നിങ്ങൾക്കും പ്രാർത്ഥിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അതിരുകൾ, വിദ്യാഭ്യാസത്തിന്റെ അതിരുകൾ, ജോലിയുടെ അതിരുകൾ, ആമേൻ, ബിസിനസിന്റെ അതിരുകൾ, സഭയുടെ അതിരുകൾ, ആമേൻ, വിശ്വാസത്തിന്റെ അതിരുകൾ, ഹല്ലേലൂയ. ഇങ്ങനെ എന്തൊക്കെ അതിരുകളുണ്ടോ അതിരുകളൊക്കെ വിശാലമാകാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ആ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാം, കർത്താവെ, എനിക്ക് ഇന്ന അതിരുകൾക്കൊരു വിശാലത വേണം. എന്റെ കർത്താവെ, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവൻ ഡിഗ്രി മാത്രം നീക്കി, അവന്റെ അതിരൊന്ന് വിശാലമാകട്ടെ, അവൻ മാസ്റ്റർ ഡിഗ്രി എടുക്കട്ടെ, അവൻ ഡോക്ടറേറ്റ് എടുക്കട്ടെ. ദൈവനാമല്ലേ മഹത്വപ്പെടുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ അതിരുകൾ, നിങ്ങളുടെ സഭയുടെ അതിരുകൾ, ആത്മാക്കളുടെ എണ്ണത്തിന്റെ അതിരുകൾ, ഹല്ലേലൂയ, വിശാലമാകാൻ പ്രാർത്ഥിക്കൂ. യബ്ബേസ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ കൈ എന്റെ കൂടെ ഇരിക്കണം. അപ്പൊ എന്നാ ചെയ്താലും അനുഗ്രഹമാണ്, കൈ കൂടെ ഇരിക്കുന്നത് കൊണ്ട്. ആമേൻ. ദാവീദിന്റെ കൂടെ ദൈവത്തിന്റെ കൈ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞു. കർത്താവിന്റെ കൈ ദാവീദിന്റെ കൂടെ ഇരുന്നുകൊണ്ട് ദാവീദ് എല്ലായിടത്തും ഭയങ്കര ജയാളിയായി. അപ്പം എന്നിട്ട് പറഞ്ഞു, അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ ആമേൻ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. യബ്ബേസ് പ്രാർത്ഥിച്ചു. വേദോസം പറയുന്നു, അവൻ പ്രാർത്ഥിച്ചത് തന്നെ ദൈവം അവന് നൽകി. ആമേൻ, ആമേൻ, ആമേൻ. And God granted him that which he requested. ഹല്ലേലൂയ. ആമേൻ. എന്ത് ചോദിച്ചോ അത് കൊടുത്തു. ഇത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞു, ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ധൈര്യമായിട്ട് പ്രാർത്ഥിക്കണം, മിണ്ടാതിരിക്കരുത്. പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സമയം വേസ്റ്റ് അല്ല, പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ആമേൻ. നമ്മളെല്ലാവരും ദശാംശം കൊടുക്കുന്നവരാണ്. എന്നാൽ നമ്മൾ സമയത്തിന്റെ ദശാംശം കൊടുക്കാറുണ്ടോ? ആമേൻ. നമ്മളെല്ലാവരും 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ കൊടുക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നിങ്ങൾക്ക് 24 മണിക്കൂർ ദൈവം തരുമ്പോൾ അതിന്റെ എത്ര മണിക്കൂർ കർത്താവിന്റെ കൂടെ ഇരിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, ആമേൻ, വചനം പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഉപയോഗിക്കുവാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമയത്തിന്റെ 10% കർത്താവിന്റെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അത് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടായിട്ടാണ് കുഴപ്പമില്ല, ഡിഫറെന്റ് ടൈമിംഗ് ആയാലും കുഴപ്പമില്ല. പക്ഷെ കർത്താവ് തന്ന ഒരു ദിവസത്തിന്റെ ആ കറക്റ്റ് ദശാംശം കർത്താവിന് തന്നെ കൊടുക്കണം, കർത്താവിന്റെ കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ യബ്ബേസ് പ്രാർത്ഥിച്ചു. യബ്ബേസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു. ആമേൻ. യബ്ബേസ് ചോദിച്ചതൊക്കെ ദൈവം കൊടുത്തു. ഇന്നും കർത്താവ് പറയുക, ചോദിക്കേ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഹെവൻ വിൽ റെസ്പോണ്ട്. നീ ചോദിക്കുമ്പോൾ സ്വർഗം പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന അല്പം കൂടെ വർദ്ധിപ്പിക്കുക. പ്രാർത്ഥനയുടെ സമയത്തിനകത്ത് ദൈർഘ്യമുണ്ടാകട്ടെ. കർത്താവിന്റെ കൂടെ കൂടുതൽ സമയം ഇരിക്കുക. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യം
വീര്യപ്രവൃത്തികൾ നടക്കും, നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഉറക്കെ പറ, ഞങ്ങൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു അത്ഭുതമായി മാറും. ആമേൻ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ മക്കളോടൊക്കെ പറയണം പ്രാർത്ഥിക്കാൻ. അവരുടെ സ്ഥിതി എന്താണോ ആ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് സ്ഥിതി മോശമാണെന്ന് പറഞ്ഞ് ആമേൻ നിരാശപ്പെട്ട് ആരുടെയെങ്കിലും കുറവ് കൊണ്ടാ കുഴപ്പം കൊണ്ടാ അവർ സഹായിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്യേണ്ടത്. സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുക. നിങ്ങൾ വിശാലതയിലേക്ക് വരിക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.